വലിയ വാർത്ത, നല്ല രസമുള്ള വാർത്തകളാണ് വരുന്നത്. നമ്മുടെ മനുഷ്യരുടെ കാര്യം ആലോചിച്ചാൽ തമാശയാണ്. ഡൽഹി യമുന നദിയുടെ തീരങ്ങളിൽ അല്ലെങ്കിൽ നദിയോരങ്ങളിൽ പത ഉയരുകയാണ്. അത് കാർബൺ വാതകങ്ങളാണെന്നും അപകടകരമായ വസ്തുക്കളാണെന്നുമുള്ള പഠനങ്ങളും നിരീക്ഷണങ്ങളും ഉണ്ട്. പക്ഷെ ഇപ്പൊ വരുന്ന വാർത്ത കൗതുക വാർത്തയാണ്. അത് ഷാമ്പു ആയിട്ട് ഉപയോഗിക്കുന്നവർ. എന്തൊക്കെ ദുരന്തങ്ങളാണ് വരാനിരിക്കുന്നത്. ഇത് ഡൽഹിയുടെ മാലിന്യം തന്നെ വലിയൊരു വിഷയമാണ്. പുക ഒരു വലിയ വിഷയമായി അവിടെ നിൽക്കുന്നു. അതിനെ തുടർന്നാണ് അവിടെ യമുന നദിയുടെ തീരങ്ങളിൽ, യമുനയുടെ തീരത്താണല്ലോ ഡൽഹി പട്ടണം ഇരിക്കുന്നത്, തീരങ്ങളിൽ അല്ലെങ്കിൽ ആ ഷോറിൽ, പിന്നെ റിവറിന്റെ ഷോറിൽ, നദീ തടത്തിൽ പത കണ്ടു കഴിഞ്ഞ ദിവസം. അപ്പൊ ആളുകൾ പേടിച്ചുപോയി. ഇപ്പൊ കേൾക്കുന്നത് ആ പത എടുത്തിട്ട് ഷാമ്പു ആയിട്ട് ഉപയോഗിക്കുന്നു എന്നാണ്. അത് എടുത്തു നോക്കിയപ്പോൾ നല്ല പതയുന്നു കയ്യിൽ തേച്ച് നോക്കിയപ്പോൾ. എങ്കിൽ പിന്നെ തലയിൽ തേക്കുകയാണ് ആളുകൾ. ഷേവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തോ ഒരു നാടാണിത്. വളരെ എന്താ ചെയ്യുക എന്ന് പറയുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ചില ചെടികളൊക്കെ ഒടിക്കുമ്പോൾ പതയെന്ന് വിചാരിച്ച് നമ്മൾ ചില ആളുകളൊക്കെ ഉപയോഗിക്കും. അതും ചെയ്യാൻ പാടില്ല. ഇതിലൊക്കെ ഒരുപാട് കെമിക്കൽസും പിന്നെ ടോക്സിക് ആയിട്ടുള്ള മിനറൽസും കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വസ്തുക്കളാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഡൽഹി ഗവൺമെന്റും ജനങ്ങളിത് ചെയ്യാൻ പാടില്ല. അത് ശ്രദ്ധയപ്പെടുകയാണെങ്കിൽ ഗവൺമെന്റ് അടിയന്തരമായിട്ട് അതിനകത്ത് നടപടി എടുക്കേണ്ടതാണ്. ജനങ്ങളെ അവെയർ ചെയ്യണം. അവിടെ ഷാമ്പു ആയിട്ട് അത് ഉപയോഗിക്കുന്നതായി ഒരുപാട് ചിത്രങ്ങളും, ട്രോളാണോന്നറിയില്ല, പക്ഷെ ഒരുപാട് ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാകാതിരിക്കട്ടെ. തീർച്ചയായിട്ടും ഷാമ്പു ആയിട്ട് ഉപയോഗിക്കുന്നു. അവിടെ ആ നദിയുടെ തീരത്ത് ടോക്സിക് ആയിട്ടുള്ള, അപകടകാരികളായിട്ടുള്ള ഒരുപാട് വാതകങ്ങൾ നദിയിൽ കലരുന്നത് കൂടി കൊണ്ടാണ്, നദിയിലെ വെള്ളത്തിൽ കലരുന്നത് കൂടി കൊണ്ടാണ്, അവിടുത്തെ അന്തരീക്ഷത്തിൽ കലരുന്നത് കൂടി കൊണ്ടാണ് അവിടെ ഈ വിഷം പോലുള്ള വാതകവും ഈ പതയും വന്നിട്ടുള്ളത്. ആ പത ഒരു കാരണവശാലും അത് ടോക്സിക് ആണ്. അത് വാരി തലയിലും തേക്കാൻ പാടില്ല. അത് ഉപയോഗിച്ച് ഷേവ് ചെയ്യാനും പാടില്ല. ഷാമ്പു പോലെ ആരും ഉപയോഗിക്കരുത്. പക്ഷേ പാവപ്പെട്ട ആളുകളാണ് ചിലപ്പോൾ ഇത് കയ്യിലെടുക്കുമ്പോൾ നല്ല പതയുന്നു എങ്കിൽ പിന്നെ തലയിൽ തേച്ച് കളയാം, ഷാമ്പു പോലെ ഉപയോഗിക്കാം എന്ന് വിചാരിക്കുന്നു. തലയ്ക്ക് വലിയ, അല്ലാതെ സാധാരണ തന്നെ ചില ഇനം ഹെയർ ഡൈ ഒക്കെ പലർക്കും ബുദ്ധിമുട്ടാണ്. എല്ലാ ഹെയർ ഡൈയും എല്ലാവർക്കും ശരിയൊന്നുമല്ല. പലരുടെ ശരീരം അനുസരിച്ച് ഹെയർ ഡൈ തന്നെ പലതും ഉപയോഗിക്കാൻ പറ്റുന്നതല്ല, കെമിക്കൽസ് അല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് അത് കമ്പനി പോലും നല്ല ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചിട്ട് പുറത്ത് വിടുന്നതാണ്, പരസ്യം ചെയ്തൊക്കെ വിടുന്നതാണ്, സ്റ്റാൻഡേർഡൊക്കെ നോക്കി പുറത്ത് വിടുന്നതാണ്. ആ ഷാമ്പു പോലും എല്ലാവർക്കും അനുയോജ്യമല്ല. പലർക്കും പല ഷാമ്പു അനുയോജ്യമല്ല. ചിലർക്ക് ഉപയോഗിച്ച് പോലും കൂടെ അലർജി വരും. അപ്പോഴാണ് മാലിന്യത്തിൽ നിന്നുണ്ടായ, മലിനവാതകങ്ങളിൽ നിന്നുണ്ടായ, കാർബൺ വാതകങ്ങളിൽ നിന്നുണ്ടായ ഷാമ്പു എടുത്ത് തലയെ തേച്ച് അത് ആഘോഷിക്കുന്നത്. തീർച്ചയായിട്ടും അത് ചെയ്യരുത്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ ഹെൽത്തിന്, പ്രത്യേകിച്ച് സ്കിന്നിന്, ഇമ്മീഡിയറ്റ് സ്കിന്നിന് പ്രശ്നമുണ്ടാകും. അതുപോലെ തന്നെ മറ്റ് ശരീരത്തിൻ്റെ ഭാഗങ്ങൾക്കൊക്കെ, അത് ഇപ്പോൾ ബാക്കി ഇത് തേക്കുമ്പോഴൊക്കെ നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ വെള്ളമൊക്കെ ചിലപ്പോൾ വായിൽ പോകില്ല എന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത് നമുക്ക് കറക്റ്റ് പ്രവചിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ചെയ്യരുത്. ഹെൽത്ത് ഹസാർഡാണ്. അത് ഗവൺമെൻറ്റും സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഡൽഹി ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും പിന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം സീരിയസ് ആയി നോക്കേണ്ട ഒരു വിഷയമാണ്. ഗൗരവമായി യമുനാ തീരത്ത് വിജിലൻസ് ഏർപ്പെടുത്തേണ്ടതാണ്. തീർച്ചയായും അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്.